രണ്ട് പർവ്വത ശിഖരങ്ങളുടെ ഇടയിലൂടെ കിഷ്കിന്ധ നഗരം അകലെ കാണപ്പെട്ടു. നഗരത്തിലേക്കുള്ള പ്രവേശനം ഒരു ഗുഹയിൽ കൂടിയായിരുന്നു. ഗുഹാദ്വാരത്തിൽ വാനരന്മാർ കാവലുണ്ടായിരുന്നതുകൊണ്ട് ഒരുവിനും അതിൽ ഒളിച്ചു കിടക്കുവാൻ കഴിയുമായിരുന്നില്ല. ലക്ഷ്മണൻ ഈ വാനരന്മാരെ കണ്ടു. അവരുടെ യജമാനെ പറ്റി ചിന്തിക്കിയാൽ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കോപം കൊണ്ട് വിറച്ചു. വാനരന്മാർ അദ്ദേഹത്തിന്റെ വരവ് കണ്ടു. ആരെന്നറിയായികയാൽ അവർ വൃക്ഷങ്ങൾ കയ്യിലെടുത്ത് നഗരത്തെ കാക്കുവാൻ ഒരുപ്പെട്ടു. അടുത്ത് കിടന്നിരുന്ന പാറകളും അവർ കയ്യിലെടുത്തു. കുരങ്ങന്മാർ തന്നെ ആക്രമിക്കുവാനുള്ള പുറപ്പാടാണെന്ന് കണ്ടപ്പോൾ ലക്ഷ്മണന്റെ കോപം ദീദീപണിച്ചു. അദ്ദേഹത്തിന്റെ രോക്ഷം കണ്ടതോടെ കുരങ്ങന്മാർ ഭയപ്പെട്ട് ഓടിമറഞ്ഞു. യുഗാവസാനത്തിലെ മരണദേവനെ പോലെയാണ് അദ്ദേഹം തോന്നിപ്പിച്ചത്. കുരങ്ങന്മാർ രാജകൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് ലക്ഷ്മണൻ വന്നിരിക്കുന്നുവെന്ന വിവരം സുഗ്രീവനെ അറിയിച്ചു. സുഗ്രീവൻ മദ്യം സേവിച്ചിരുന്നു. താരയെ ചുംബിച്ചുകൊണ്ട് ഇഹലോകം മറന്ന നിലയിലായിരുന്നു അദ്ദേഹം. കുരങ്ങന്മാരുടെ വാക്കുകൾക്കൊരു പ്രാധാന്യവും അദ്ദേഹം കൽപ്പിച്ചില്ല. നഗരത്തിന് ആപത്ത് പിണഞ്ഞു എന്ന നിലയിൽ മന്ത്രിമാർ സൈന്യത്തെ പുറത്തേക്ക് നയിച്ചു. അനധികൃതമായി വന്നവനെ ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. നഗരത്തിലേക്കുള്ള വിവിധ പ്രവേശന ദ്വാരങ്ങൾ അംഗദൻ കാത്തു. നഗരവാതിൽ തുറന്നു വരുന്ന സൈന്യത്തെ ലക്ഷ്മണൻ കണ്ടു. അദ്ദേഹത്തിന്റെ കോപം അടങ്ങാതെയായി തീർന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുടുത്തു. തന്റെ ജ്യേഷ്ഠൻ ഈ കാട്ടിലൊരു ഗുഹയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതോർത്ത് അദ്ദേഹം ദീർഘമായി നെടുവീർപ്പെട്ടു. തനിക്ക് കിഷ്കിന്ധ നഗരിയുടെ പ്രവേശന ദ്വാരയിൽ അന്ന് ലഭിക്കുന്ന സ്വാഗതത്തിന്റെ രീതി ഓർത്തും അദ്ദേഹം വിലപിച്ചു. അംഗദൻ നഗരത്തിന് പുറത്തു വന്നു. കോപാവിഷ്ടനായ ലക്ഷ്മണന്റെ മുഖം അദ്ദേഹം കണ്ടു. സർപ്പരാജാവായ ആദിശേഷനെ പോലെയാണ് അദ്ദേഹം കാണപ്പെട്ടത്. ആ യുവരാജകുമാരന് ഭയവും വിഷമവും തോന്നി. രാമന്റെ കുപിതനായ സഹോദരന്റെ അടുത്ത് അംഗദൻ വന്നു നിന്നു. ഭയം കൊണ്ട് നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചതിനാൽ വാക്കൊന്നും പുറപ്പെട്ടില്ല. ലക്ഷ്മണൻ അംഗദനെ നോക്കി പറഞ്ഞു, കുഞ്ഞേ, അംഗദ, എൻ്റെ ആഗമനം സുഗ്രീവനെ അറിയിച്ചാലും അദ്ദേഹത്തോട് പറയൂ, രാമാനുജൻ, ശത്രുക്കളുടെ സംഹാരകൻ, അങ്ങയുടെ വാതിക്കൽ കാത്തു നിൽക്കുന്നുവെന്ന്. അങ്ങയുടെ ദുഃഖത്തിലാണ്ടിരിക്കുന്ന ചങ്ങാതി രാമന്റെ ദൂതനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അങ്ങയുടെ രാജാവിൽ ധർമ്മത്തിന്റെ അംശം അവശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്യട്ടെ. കുഞ്ഞേ അംഗദ, നീ പോയി എൻ്റെ വാക്കുകൾ അതേപടി രാജാവിനോട് പറയൂ. അദ്ദേഹത്തിന്റെ മറുപടി കൊണ്ടുവരികയും ചെയ്യൂ. ലക്ഷ്മണന്റെ വാക്കുകൾ അംഗദനെ എന്തെന്നറിയില്ലാതെ പരിഭ്രമിപ്പിച്ചു. ഇത് ഹൃദയാവയും ഊണനാക്കി. അദ്ദേഹം ചെറിയച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ലക്ഷ്മണൻ എത്തിയിട്ടുണ്ട്. അംഗദന്റെ മുഖം വിളറിയിരുന്നു. ഭയവിഹ്വലനുമായിരുന്നു. അദ്ദേഹം സുഗ്രീവന്റെയും തൻ്റെ അമ്മയുടെയും കാൽക്കൽ കുമ്പിട്ടു. ലക്ഷ്മണന്റെ വാക്കുകൾ അദ്ദേഹം പുനരാവർത്തിച്ചു. മന്ദതയിൽ മുങ്ങിയ രാജാവ് അപ്പോഴും തനിക്ക് വന്നു പിടഞ്ഞിരുന്ന ആപത്തിനെപ്പറ്റി അന്ധനായിരുന്നു. അത്രയ്ക്കും മദ്യം കഴിച്ച് ഉന്മത്തനായിരുന്നതിനാൽ അദ്ദേഹത്തിന് കണ്ണു തുറക്കുവാൻ തന്നെ കഴിഞ്ഞില്ല. കുരങ്ങന്മാർ ഭയപ്പാടിൽ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദം കൊട്ടാരത്തിനുള്ളിൽ അലയടിച്ചു. അവരുടെ കൂകിവിള്ളി സുഗ്രീവനെ മാന്ദ്യത്തിൽ നിന്ന് ഉയർത്തി. ലക്ഷ്മണന്റെ ആഗമനത്തെപ്പറ്റി കേട്ടറിഞ്ഞ മന്ത്രിമാരും സുഗ്രീവ സന്നിധാനത്തിലെത്തി. തങ്ങളുടെ സുരക്ഷയെപ്പറ്റിയുള്ള ഭീതി അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ അവർ ശ്രമിച്ചു. സുഗ്രീവൻ ഏതാണ്ട് ഒരു ഉണർന്നു വന്നു എന്ന് കണ്ടപ്പോൾ ഹനുമാൻ ഇങ്ങനെ ബോധിപ്പിച്ചു, പ്രഭു, കോസല സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർ സത്യസന്ധരും ധർമ്മിഷ്ഠരുമാണ്. അങ്ങയുടെ മൈത്രി അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങയ്ക്ക് നഷ്ടപ്പെട്ട ഈ രാജ്യം വീണ്ടെടുക്കുവാൻ അവർ അങ്ങയെ സഹായിക്കുകയും ചെയ്തു. അവരിൽ ഒരാളായ ലക്ഷ്മണൻ, കനിഷ്ഠൻ, നഗരവാതിക്കൽ കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വില്ല് കയ്യിലുമുണ്ട്. ആ കാഴ്ച സൈന്യത്തിൽ കൊടും ഭീതി പരത്തിയിരിക്കുന്നു. നമ്മുടെ രാജകുമാരൻ അംഗദൻ വശം അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങയുടെ ചുമതലയെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതാണോ ആ സന്ദേശം? ലക്ഷ്മണൻ അത്യന്തം കോപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കോപാകുലമായ നേത്രങ്ങൾ കാണുമ്പോൾ ലോകം ഭസ്മമാകുമെന്നാണ് തോന്നുന്നത്. അങ്ങിപ്പോൾ തന്നെ പോയി അദ്ദേഹത്തെ സമാധാനിപ്പിക്കണം. രാമൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചിരിക്കുന്നതിനർത്ഥം സീതാന്വേഷണ കാര്യത്തിൽ വേണ്ടത് ചെയ്യണമെന്ന് അങ്ങ് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യണമെന്നാണ്. സുഗ്രീവൻ ഇപ്പോഴും പൂർണ്ണമായും ചാടിത്യത്തിൽ നിന്നുണർന്നു. അദ്ദേഹം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ അവരെ വേദനിപ്പിക്കത്തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല. ലക്ഷ്മണൻ കോപിച്ചു വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പേരിൽ അദ്ദേഹം കുറ്റാരം ആരോപിക്കുകയാണ്. എൻ്റെ ഏതെങ്കിലും ശത്രു അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചേക്കാം. എനിക്ക് ഈ ലക്ഷ്മണനെ ഒരു ഭയവുമില്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ രാമനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഒരു മിത്രം എന്നോട് കോപിക്കുന്നതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. മൈത്രിയവന് എളുപ്പമാണ്, എന്നാൽ മൈത്രി നിലനിർത്തുവാൻ എളുപ്പമല്ല. മനസ്സിൻ്റെ ചപല പ്രതികാര കാരണം അല്പം ഒരു ശ്രദ്ധക്കുറവിനാൽ മതി മൈത്രി നശിക്കുവാൻ.
അതുകൊണ്ടാണ് എനിക്ക് ഭയം. രാമനിൽ നിന്ന് എനിക്ക് ലഭിച്ച നന്മയ്ക്ക് പ്രതിഫലം നൽകുവാൻ എനിക്കൊരിക്കലും കഴിയില്ല. അതെനിക്കറിയാം. എൻ്റെ എല്ലാ സുഖസമൃദ്ധിക്കും ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഹനുമാൻ പറഞ്ഞു, അങ്ങ് ഇങ്ങനെ പറയുന്നത് ഉചിതം തന്നെ. രാമൻ അങ്ങേക്ക് ചെയ്തു തന്ന ഉപകാരം അങ്ങ് മറന്നിട്ടില്ലെന്ന് ഞങ്ങളോട് വർത്തിക്കുകയും ചെയ്യുന്നത് യുക്തമായിട്ടുണ്ട്. അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ബാലിയെ യമപുരിയിലേക്ക് അയച്ചത്. ബാലിയാകട്ടെ ഇന്ദ്രന് തുല്യനായ ഒരു വീരനായിരുന്നതിനാൽ ആ ബാലിയുടെ നിഷ്കാസനത്തോടെ ഒരു തടസ്സവുമില്ലാതെ അങ്ങ് സിംഹാസനത്തിലേറുകയും ചെയ്തു. രാമൻ അങ്ങയോട് ഗൗരവമായി കോപിച്ചിട്ടില്ലിപ്പോൾ. അനുജൻ മുഖേന ഒരു ചെറിയ നീരസം പ്രദർശിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങ് ശ്രദ്ധയില്ലാത്ത വിധം പ്രവർത്തിച്ച് കാലം നിരുപയോഗപ്പെടുത്തി ഋതുക്കൾ കഴിഞ്ഞു പോകണമെന്ന് അങ്ങ് ഓർത്തില്ല. മഴക്കാലം കഴിഞ്ഞ് പുതിയ പച്ച നിറഞ്ഞ കാടിനെ മൂടി പിടിപ്പിക്കുന്ന ശരത്കാലമാണിപ്പോൾ. തിങ്ങി നിറഞ്ഞ മേഘങ്ങൾ ആകാശത്തിൽ ഇല്ലാതായിരിക്കുന്നു. നീലാകാശം നക്ഷത്രങ്ങൾ കൊണ്ടും ഗ്രഹങ്ങൾ കൊണ്ടും പ്രകാശനമായ രാത്രികളാണിപ്പോൾ. നദീജലം കലങ്ങം നിറഞ്ഞു മാലിന്യമോ അല്ലാതമായിരിക്കുന്നു. ഏത് വെള്ളക്കെട്ടി നിൽക്കുന്നിടത്തും ഏത് തടാകത്തിനും ഏത് നദിയിലും തെളിഞ്ഞ ജലമാണിപ്പോൾ കാണുന്നത്. രാമനോട് അങ്ങ് ചെയ്ത വാഗ്ദാനം ഓർക്കേണ്ട സമയമായിരിക്കുന്നു. അക്കാരണത്താലാണ് രാമന്റെ സഹോദരൻ അങ്ങയുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുന്നത്. രാമൻ അദ്ദേഹത്തിന്റെ പത്നിയിൽ നിന്നും വേർപെട്ടിരിക്കുകയാണല്ലോ. ആ വിരഹതാപം എന്നാണ് അവസാനിക്കുകയെന്ന് അദ്ദേഹം ദിവസങ്ങൾ എണ്ണിക്കൊണ്ടേയിരിക്കുകയാവും. മനസ്സും ഹൃദയവും നൊന്ത് അദ്ദേഹം ലക്ഷ്മണനെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. സന്ദേശവാഹകന്റെ വാക്ക് അല്പ പൗരുഷവും മൂർച്ചയുള്ളതാണെങ്കിലും ദയവായി അങ്ങത് കുപിതനാകരുത്. ലക്ഷ്മണനെ സമാധാനിപ്പിക്കുവാൻ ഏകോപവായും കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുക എന്നതാണ് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നോർമ്മിച്ചോളൂ പ്രഭോ, രാമന് യഥാർത്ഥമായി കോപിച്ചാൽ, അദ്ദേഹത്തിന് വില്ലെടുത്ത് കുലയ്ക്കേണ്ടി വന്നാൽ, അതിൽ ഞാൻ മരിച്ച് കെട്ടിയാൽ 3 ലോകവും വിറയ്ക്കും. അദ്ദേഹത്തിന് 3 ലോകങ്ങളും നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങയോടുള്ള രാമൻ്റെ സ്നേഹവികാരങ്ങൾക്ക് മാറ്റം വരുത്തിയാൽ പിന്നെ ഒന്നിനും അങ്ങയെ രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. അങ്ങയുടെ അദ്ദേഹത്തോടുള്ള കടപ്പാടൊന്നും ഓർമ്മയ്ക്ക്. അദ്ദേഹത്തിനേക്കുള്ള അയോധ്യയിൽ നിന്നുമുള്ള ഈ സഹോദരന്മാരോട് ചിന്തകളിൽ പോലും ഒരു ഉദാസീനതയും കാണിക്കരുത്. ഹനുമാന്റെ വാക്കുകൾക്ക് വേണ്ട ഫലമുണ്ടായി. ലക്ഷ്മണനെ വളരെ വിനയത്തോടെ കിഷ്കിന്ധയിലേക്കുള്ള കൂട്ടിക്കൊണ്ടുപോയി. കാവൽക്കാർ ആദരപൂർവ്വം അദ്ദേഹത്തെ വന്ദിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. വേഗത്തിൽ അദ്ദേഹം കൊട്ടാരവാതിക്കലെത്തി. സൂര്യൻ കാർമേഘത്തിൽ മറയും പോലെ അദ്ദേഹം ഉള്ളിൽ പ്രവേശിച്ചു. ആ ഗുഹ കനത്ത കാവലിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിനെ പോക്ക് തടയുവാൻ ആരും ശ്രമിച്ചില്ല. ലക്ഷ്മണൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. വിപുലമായി അലങ്കരിച്ചിരുന്ന പല വിഭാഗങ്ങളും മട്ടുപ്പാവുകളും കടന്ന് അദ്ദേഹം സുഗ്രീവന്റെ അന്തഃപുരയിലെത്തി. അദ്ദേഹം വാതിക്കൽ വന്നു നിന്നു. അകത്ത് സംഗീതം കേൾക്കുമായിരുന്നു. വീണക്കമ്പികളുടെ ഈണവും. സുന്ദരികളായ സ്ത്രീകളെ എവിടെയെങ്കിലും കാണാമായിരുന്നു. സ്ത്രീകളോടൊന്നിച്ചിരിക്കുമ്പോൾ തഴക്കമില്ലാത്ത ലക്ഷ്മണൻ ലജ്ജനാമുഖനാകുകയും ആ വക കണ്ടമ്പരിക്കുകയും ചെയ്തു. സംഗീതധ്വനി, സുന്ദരിമാരുടെ കാൽച്ചിലമ്പുകളുടെ കിലുക്കം, അന്തരീക്ഷമായുള്ള സുഗന്ധപരിമളം ഇവയെല്ലാം അദ്ദേഹത്തെ നിരുത്സാഹനാക്കി. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സംഗീതധ്വനി ഒഴിവാക്കുവാൻ അദ്ദേഹം തൻ്റെ വില്ലിൽ ഞാൻ വലിച്ചു കെട്ടി. പിന്നീട് വലിച്ചുവിട്ട് ഞാണലി ഉണ്ടാക്കി. ആ വലിയ മുറിയുടെ ഒരു മൂക്കിൽ അദ്ദേഹം വേർപെട്ടു നിന്നു. പെൺകൂട്ടത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ, അതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ തുടരും.